അടുത്ത ദിവസം മോളിവുഡിൽ ഏറ്റവും വലിയ വിവാദമായ ചില സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞും കാണും. മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉണ്ടായത്. കഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ ചെയ്തിരുന്നു. മലയാളി ഫ്രം ഇന്ത്യ നിഷാദ് കോയയുടെ സ്ക്രിപ്റ്റ് മോഷ്ടിച്ച് ചെയ്തതാണെന്ന വിവാദം സിനിമാ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. തിരക്കഥാകൃത്ത് നിഷാദ് കോയ തെളിവുകളുമായി രംഗത്ത് വന്നതോടെ സിനിമാ ലോകത്തെ പലരും നിഷാദിന് പിന്തുണയുമായി വന്നിരിക്കുകയാണ്. മലയാളി ഫ്രം ഇന്ത്യയുടെ റിലീസിന് തലേ ദിവസമാണ് നിഷാദ് വിവാദത്തിന് കാരണമായ പോസ്റ്റ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ ഡിജോ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്ത പോസ്റ്റിന് താഴെ പലരും അവരുടെ രോക്ഷം പ്രകടിപ്പിക്കുകയാണ്. വേറൊരാളുടെ കഥ മോഷ്ടിച്ച് സിനിമയാക്കാൻ നാണമില്ലേ എന്ന് തുടങ്ങി നിരവധി കമന്റുകൾ വരുന്നുണ്ട്. എന്നാൽ അതിന് താഴെ ചിലർ രസകരമായ കമന്റുകളും പങ്കുവെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ കമന്റുകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതും. മോഹൻലാലിനോട് 2 കഥ പറഞ്ഞുവെന്നും എന്നാൽ രണ്ടും മോഹൻലാലിന് ഇഷ്ടമായില്ല എന്നും ഡിജോയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തിയാണ് ഇത്തരം കമന്റുകൾ എത്തിയിരിക്കുന്നത്. കഥ പറയാൻ ചെന്ന ഡിജോ മോഹൻലാലിനോട് നരസിംഹത്തിന്റെ കഥ തന്നെ പറഞ്ഞെന്നും അതല്ല ബ്രൗസിന്റെ കഥ പറഞ്ഞതുകൊണ്ടാണ് മോഹൻലാൽ അത് റിജക്ട് ചെയ്തതെന്നും തുടങ്ങി നിരവധി കമന്റുകൾ വരുന്നുണ്ട്. എന്നാൽ ഇതിനോടൊന്നും ഡിജോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഡിജോയെ പോലെ തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദിനും സോഷ്യൽ മീഡിയയിൽ നിന്നും ഹേറ്റ് ലഭിക്കുന്നുണ്ട്. എന്നാൽ നിഷാദിന്റെ പോസ്റ്റ് ചർച്ചയായതിന് പിന്നാലെ ഷാരിസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും. അപ്പോഴാണ് ഇങ്ങനെ ചില രസകരമായ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും വലിയ വാർത്താ പ്രാധാന്യവും ട്രോളും ഒക്കെ നേടുന്നതും. എന്തായാലും ഡിജോ ജോസ് ആന്റണി മോഹൻലാലിനോട് പറഞ്ഞ 3ാമത്തെ കഥ ഇപ്പോൾ ഡിസ്കഷനിലാണ്. അതുമായി ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ കമന്റുകളും എത്തുന്നത്. അതുമായി ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ കമന്റുകളും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരിടത്ത് ഇതുപോലത്തെ വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും മലയാളി ഫ്രം ഇന്ത്യ എന്ന ഡിജോ ജോസ് ആന്റണി ഷാരിസ് മുഹമ്മദ് ചിത്രത്തിന്റെ തിരക്കഥ മോഷണമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥ മോഷണമാണെന്ന് പറഞ്ഞ് തിരക്കഥാകൃത്ത് നിഷാദ് കോയ ഉയർത്തിയ വിവാദങ്ങളോട് പ്രതികരിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എത്തി. നിഷാദ് കോയയുടെ തിരക്കഥയുമായി ഷാരിസ് എഴുതിയ തിരക്കഥയ്ക്ക് സാമ്യമുണ്ടായത് തികച്ചും ആകസ്മികമാണെന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറയുകയും ചെയ്തു. ഒരേ ആശയം ഒന്നിലധികം പേർക്ക് തോന്നാമെന്നും ഇതേ ആശയമുള്ള മറ്റൊരു തിരക്കഥ 2013 ദിലീപിനെ വെച്ച് മറ്റൊരാൾ എഴുതിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹനായിരുന്ന ശ്രീജിത്താണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത്. കോവിഡ് കാലത്ത് 2021 ഇന്ത്യയും പാകിസ്ഥാനും ക്വാറന്റൈനിലായി പോകുന്ന കഥ ഷാരിസ് ശ്രീജിത്തിനോട് പറഞ്ഞു. അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ കയ്യിലുണ്ട്. ഈ കഥ സിനിമയാക്കുന്നതിനുള്ള ശ്രമം നടത്തിയതിനിടെ ഇവർ ഇരുവരും ഹാരിസ് ദേശം എന്ന പ്രൊഡക്ഷൻ കൺട്രോളറെ കണ്ടു. അത് 2021 ഓഗസ്റ്റിലാണ്. റോഷൻ മാത്യുവിനോട് കഥ പറയാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ ചർച്ചകൾ കുറച്ച് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് എങ്ങും എത്താതായപ്പോഴാണ് ഷാരിസും ഡിജോയും ചേർന്ന് ജനഗണമന ചെയ്യുന്നത്. ശ്രീജിത്തിന് വേണ്ടിയുള്ള സിനിമയുടെ ഡ്രാഫ്റ്റ് ഷാരിസ് പൂർത്തിയാക്കിയത് 2ാമത്തെയോ 3ാമതെയോ എഴുതിയ ശേഷമാണ്. അതുകൊണ്ട് തന്നെ മലയാളി ഫ്രം ഇന്ത്യയിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന് ശ്രീജിത്തിന് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ജെസിയുടെയുമായും ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഒരു പരസ്യത്തിന്റെ ചിത്രീകരണത്തിനിടെ ഡിജോയോട് ഒരു കഥയുടെ ഒരു വരി മാത്രം പറഞ്ഞിരുന്നു എന്നും വിശദമായി പറഞ്ഞില്ലെന്നും അത് പറയേണ്ടത് തിരക്കഥാകൃത്താണെന്നുമാണ് ജയസൂര്യ എന്ന് പറഞ്ഞത്. ഈ സാഹചര്യം വിലയിരുത്തിയപ്പോൾ മനസ്സിലായത് ഒരേ കഥയും ആശയവും ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാകാം എന്നാണ്. ഇതിനിടയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. വടക്കൻ സെൽഫി എന്ന ചിത്രം സംവിധാനം ചെയ്ത പ്രജിത്തിന് വേണ്ടി രാജീവ് എന്നൊരു നവാഗത എഴുത്തുകാരൻ 2013 ഇതേ കഥ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അത് നിർമ്മിക്കാനിരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് എം രഞ്ജിത്താണ്. അതിന് രാജീവിനും പ്രജിത്തിനും അഡ്വാൻസും കൊടുത്തിരുന്നു. അവരത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ദിലീപിന്റെ ചില അസൗകര്യങ്ങൾ കാരണം ആ പടം നടക്കാതെ പോയി. രാജീവ് ഇപ്പോൾ എറണാകുളത്ത് ഒരു സ്റ്റീൽ വർക്ക് തൊഴിലാളിയായി ജോലി ചെയ്യുകയാണ്. ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്നത് രാജീവിന്റെ കഥയിലെ പാകിസ്ഥാനിയെയും ഒരു മലയാളി കബളിപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തുതയാണ്. അന്ന് അവർ ആ വേഷത്തിൽ കാസ്റ്റ് ചെയ്തത് അജു വർഗീസിനെയാണ്. മലയാളി ഫ്രം ഇന്ത്യയിലും ആ കഥാപാത്രമായി കാണിക്കുന്നത് അജുവിന്റെ ചിത്രമാണ്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ആ തിരക്കഥയിലുള്ള ഒരു സംഭാഷണം മലയാളി ഫ്രം ഇന്ത്യയിൽ ഷാരിസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ രാജീവ് ഉണ്ട്, ഷാരിസ് ഉണ്ട്, നിഷാദ് കോയയുമുണ്ട്. ഇവർ 3 പേരും ഒരു പൊതു അവബോധത്തിൽ നിന്നാണ് ഈ എലമെന്റ് എടുത്തിരിക്കുന്നത്. രാജീവ് ജീവിതത്തിൽ ഇന്നുവരെയും ഷാരിസിനെയോ ആരെയും കണ്ടിട്ടില്ല. ഇവരാരെയും പരിചയവുമില്ല. ഇത്തരം ആകസ്മികതകളാവാം എഴുത്തിനെ മനോഹരമാക്കുന്നത്. ഷാരിസിനും ഡിജോയ്ക്കുമെതിരെ ആൾക്കൂട്ട ആക്രമണം നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരുവരും നിൽക്കുന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു.